സുഹൃത്തുക്കളെ ടെക്നോട്ടിപ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ എളുപ്പത്തിൽ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം എന്നതിനുള്ള ഒരു ആപ്ലിക്കേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഹലോ ഇംഗ്ലീഷ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇനി ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉപയോഗം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ട്യൂട്ടോറിയൽ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ഇനിയും ലഭിക്കാൻ വേണ്ടി ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ഉടനെ ഇവിടുന്ന് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയും. ഇംഗ്ലീഷിൽ നിന്നും അറബിയിലേക്കും, ഇംഗ്ലീഷിൽ നിന്നും ഉറുദുവിലേക്കും, ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്കും പഠിക്കാനുള്ള ഓപ്ഷനുകൾക്ക് ചോദിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷ് പഠിക്കുക എന്ന ഓപ്ഷനിലേക്ക്. എന്നിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താങ്കൾക്ക് ഒരു പ്രൊഫൈൽ ഫോട്ടോ തിരഞ്ഞെടുക്കാൻ ഇവിടെ പറയും. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ പഠിക്കുക, കോളേജ് പഠിക്കുക, അല്ലെങ്കിൽ വർക്കിംഗ് ആണോ ഏതാണ് സെലക്ട് ചെയ്യാൻ ഞാൻ വർക്കിംഗ് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് എന്തിനാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി ഇവിടെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. മെച്ചപ്പെട്ട ജോബിനായോ, എക്സാമിന് വേണ്ടിയോ, വിദേശത്തേക്ക് യാത്ര പോകാൻ വേണ്ടിയോ, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയോ. അപ്പോൾ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് അടിച്ച ശേഷം നിങ്ങളുടെ പേഴ്സണൽ പാഠത്തിനായി നിങ്ങളുടെ പേര് ദയവായി ടൈപ്പ് ചെയ്യുക. അപ്പോൾ പേര് നിങ്ങളുടെ അടിച്ചു കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. ഇവിടെ നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ നില തിരഞ്ഞെടുക്കുക എന്ന് ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് തീരെ അറിയാത്തവരാണെങ്കിൽ ആദ്യത്തെ ഓപ്ഷന് തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം, നിങ്ങൾ കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയലിന് ഞാൻ ജസ്റ്റ് ആദ്യത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് റാങ്ക് ലഭിക്കുന്നുണ്ട്, കോയിൻസ് ഒക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഒന്നുകൂടി പഠിക്കാൻ വേണ്ടി ഇൻട്രസ്റ്റ് കൂടും. അപ്പോൾ ആ പാഠം ഒന്നിലേക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് അടിച്ചു കൊടുക്കാം. ഈ പാഠത്തിൽ താങ്കൾക്ക് 13 കോയിൻ പ്ലസ് 100 ബോണസ് കോയിൻ വരെ ജയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ആദ്യം ഓരോ വേർഡിൻ്റെയും അർത്ഥമായിരിക്കും ഇവിടെ കാണിക്കുക. മൈ, എൻ്റെ, നെയിം, പേര്, ഈസ്, ആണ്, അതുപോലെ നിങ്ങൾക്ക് അർത്ഥമായിരിക്കും ലഭിക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ അടിച്ചിട്ട് മുമ്പോട്ട് പോകാം. കണ്ടിന്യൂ അടിച്ച ശേഷം നിങ്ങൾക്ക് ഇവിടെ എൻ്റെ പേര് മഞ്ജു എന്ന് മലയാളത്തിൽ എഴുതിയിട്ട് കാണാം മുകളിൽ. അതിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ഇതിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ടത്. ഈ 4 ഓപ്ഷനിൽ നിന്നും ശരിയായ ഉത്തരമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. മൈ നെയിം ഈസ് മഞ്ജു എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യാം. ശരിയാണ്. അപ്പോൾ ഇനി കണ്ടിന്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂയിലേക്ക് അടിക്കാം. എന്നിട്ട് ഇവിടെ എൻ്റെ പേര് എന്ന ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് ഇവിടെ തിരഞ്ഞെടുക്കണം. മൈ നെയിം ആണ്. കണ്ടിന്യൂ അടിച്ചു കൊടുക്കാം. ഇനി ഇവിടെ മൈ നെയിം ഈ ഡാഷ് മഞ്ജു എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യണം ഹാസ് ആണോ, ഈസ് ആണോ, ഏതാണ്, ആം ആണോ. അപ്പോൾ ഈസ് ആണ് ശരിയായ ഉത്തരം. നമുക്ക് തെറ്റായ ഉത്തരം അടിച്ചു നോക്കാം. ആം എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്കിവിടെ ഓപ്ഷൻ വന്നത് കാണാം തെറ്റായ ഉത്തരമെന്ന്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തെറ്റായ ഉത്തരം അടിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷന് വരും തെറ്റായ ഉത്തരമാണെന്ന്. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈസാണ് ശരിയായ ഉത്തരം. നമുക്ക് കണ്ടിന്യൂ അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഞാൻ മഞ്ജു ആണ് എന്ന് മലയാളത്തിൽ എഴുതിയിട്ട് മുകളിൽ വന്നു. അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം. ഐ ആം മഞ്ജു എന്നാണ് ശരിയായ ഉത്തരം. എന്നിട്ട് കണ്ടിന്യൂ അടിക്കാം. എന്നിട്ട് ഞാൻ മഞ്ജു ആണെന്ന് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണം. ഐ സെലക്ട് ചെയ്യാം. എന്നിട്ട് ആം സെലക്ട് ചെയ്യാം. എന്നിട്ട് മഞ്ജു എന്ന ഓപ്ഷൻ 3 വേർഡും സെലക്ട് ചെയ്യാം. അപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ശരി ഉത്തരം എന്ന് ഇവിടെ കാണിക്കും. കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം. ഇതുപോലെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഏതൊക്കെ വേർഡ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ആം, ഈസ്, വെയർ, വാസ് എന്നീ വേർഡുകളൊക്കെ ഏതൊക്കെ സ്ഥലത്താണ് പ്ലേസ് ചെയ്യേണ്ടത്, ഏതൊക്കെ എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഇംഗ്ലീഷ് അറിയാവുന്നവരാണെങ്കിൽ അഡ്വാൻസ് ലെവൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. What is your name? My name is Lakshmi. I am Manju. Nice to meet you. ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഈ ആപ്പിലെ രണ്ടാമത്തെ ഭാഗം ഒരു ഗെയിമാണ്. ഒരു ഗ്ലാസ്സിനകത്ത് ചായ ലഭിക്കും. ആ ചായ തീരും മുമ്പ് 2 ഓപ്ഷനിൽ നിന്നും ശരിയായ ഉത്തരം ഒന്ന് തിരഞ്ഞെടുക്കണം. വളരെ ചലഞ്ചിങ് ആയ ഒരു ഗെയിമാണ്. ഇതിനകത്ത് ഇതുപോലുള്ള ഒരുപാട് ചലഞ്ചിങ് ആയ ഗെയിംസും ഓപ്ഷനുകളൊക്കെ ഉണ്ട്. നമ്മൾ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ചായ തീരും മുമ്പ് നമുക്ക് ഈ 2 ഓപ്ഷനിൽ നിന്നും ഒന്ന് സെലക്ട് ചെയ്യണം. മീര എൻ്റെ സ്നേഹിതാണ്. അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് നമുക്ക് തിരഞ്ഞെടുക്കണം ഇവിടുന്ന്. അപ്പോൾ ശരിയായ ഉത്തരമാണ്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഞാൻ നേഹ ആകുന്നു. ഐ ആം നേഹ. അപ്പോൾ കറക്റ്റ് ആൻസറാണ്. ഇതുപോലെ നിങ്ങൾ ഓരോ ഓപ്ഷനും സെലക്ട് ചെയ്യാം. നിങ്ങളുടെ പേര്, യുവർ നെയിം. ഇത് ബിഗിനേഴ്സിന് വേണ്ടി മാത്രമാണ്. ഇനി അഡ്വാൻസ് ലെവലിന് വേണ്ടി ഇതിലും
ചലഞ്ചിങ് ആയ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ലഭിക്കും, ഗെയിംസും മറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള പുത്തൻ വീഡിയോകൾക്കായി ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്